എന്റെ യൂട്യൂബിൽ വന്നൊരു കമന്റ് ആണ്, ബ്രോ ഞാൻ ആഡ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് വരുന്ന ഉറപ്പാണോ? അപ്പൊ ഇതിനൊരു ഉത്തരം എന്നുള്ള രീതിയിൽ എനിക്ക് അതിൽ ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇവിടെ പറയാം. ആഡ് സ്പെൻഡിങ് വെച്ചിട്ട് നിങ്ങൾക്ക് സെയിൽസ് വരണമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അത് നിങ്ങളോട് കറക്റ്റ് ഞാൻ തന്നെ പറയണം, ഒരു ഗ്യാരണ്ടി ഇല്ല സെയിൽസ് വരാതില്ല. ഇത് ഡിപ്പെൻഡ് ചെയ്യണത് പല ഫാക്ടേഴ്സ് ആണ്. ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ്സ് ചെയ്യുന്ന സെയിൽസ് എവിടെയാണ് വരുന്നത് കറക്റ്റ് മനസ്സിലാവും. അപ്പൊ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നത് ആ പ്രൊഡക്റ്റിൽ നിന്ന് തുടങ്ങും ഈ ഒരു ഇത് എവിടെയാണ് വരുന്ന സംഭവം എന്നല്ല. അപ്പൊ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ, നിങ്ങൾ കസ്റ്റമർ ആയിട്ട് അവിടെ പോരുമ്പോൾ അവർക്ക് അത് യൂസ്ഫുൾ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് കാണുമ്പോൾ വാങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റ് ആണോ എന്ന് ഫസ്റ്റ് ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ, ആ പ്രൊഡക്റ്റിനെ ബേസിൽ നമ്മൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമല്ലോ, അത് നമ്മൾ ഒരു ജോബിന് പോകുമ്പോൾ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടായി കൊടുക്കുമല്ലോ കസ്റ്റമർക്ക്. അതുപോലെയാണ് ഒരു പ്രൊഡക്റ്റിനെ കസ്റ്റമേഴ്സിന് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ഭാഗമാണ് വെബ്സൈറ്റ്. അപ്പൊ വെബ്സൈറ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റ് എത്രത്തോളം ഭംഗിയാക്കി, എത്രത്തോളം ഡീറ്റെയിൽ ആക്കി, എത്രത്തോളം പ്രൊഡക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കൺവേർഷൻ കൂടാനുള്ള ചാൻസ് കൂടും. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ആഡിൽ ഉപയോഗിക്കുന്ന വീഡിയോസിന്റെ കാര്യങ്ങളാണ്. കാരണം നമ്മൾ ആഡിൽ കൂടുതലും ആൾക്കാർ ചിലർ ഉപയോഗിക്കുന്നത് കുറെ ഇമേജസ് വെച്ചിട്ട് ആഡ് ചെയ്യും. അതുകൊണ്ട് ചില സമയത്ത് സെയിൽസ് വരാം, പക്ഷെ ഫുൾ ടൈം അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ അവിടെ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റിന്റെ യൂസ് കേസസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടു ആ പ്രൊഡക്റ്റ് ഒരു വ്യക്തി വാങ്ങിയിട്ട് അയാൾക്ക് എന്തത്തോളം ഹെൽപ്ഫുൾ ആയി അങ്ങനത്തെ തരത്തിലുള്ള വീഡിയോസ് നമുക്ക് ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടി റിവ്യൂ പോലത്തെ ടൈപ്പ് വീഡിയോസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആഡ് ഇടുകയാണെങ്കിൽ സെയിൽസിന്റെ കേസ് കൂടും. മനസ്സിലായോ? അതേപോലെ നമ്മൾ ഫേസ്ബുക്കിൽ എങ്ങനത്തെ തരത്തിലൊക്കെ ടാർഗറ്റ് ചെയ്യണം, എങ്ങനത്തെ തരത്തിലൊക്കെ ആൾക്കാരെ കണ്ടുപിടിക്കണം, അങ്ങനത്തെ കുറെ ഫാക്ടേഴ്സിനനുസരിച്ചിട്ടാണ് നമുക്ക് ആഡ് സ്പെൻഡ് ചെയ്ത സെയിൽസ് വരുമെന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് കറക്റ്റ് തന്നെ പറയാൻ പറ്റില്ല. നേരെ ഞാൻ തന്നെ പറയുമ്പോൾ ആഡ് സ്പെൻഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് സെയിൽസ് വരുന്നത് ഒരു നിർബന്ധമില്ല.